പ്രിയപ്പെട്ട കുട്ടികളെ, അടിസ്ഥാന പാഠാവലി സെക്കൻഡ് യൂണിറ്റിലെ 2 പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കൊച്ചു ചക്കരച്ചി, ഓണമുറ്റത്ത്. അടുത്തത് കോഴിയും കിഴവിയും എന്ന പാഠമാണ്. ഗ്രാമവും ഗ്രാമീണതയും നിറഞ്ഞു നിൽക്കുന്ന ഈ 2 പാഠങ്ങളെപ്പോലെ തന്നെ നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കോഴിയും കിഴവിയും എന്ന കഥയിലും ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയാണ് കഥാകാരൻ. മലയാള ചെറുകഥാ ലോകത്ത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കഥകളാണ് കാരൂരിൻ്റേത്. മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്ന കഥാകാരനാണ് അദ്ദേഹം. ഈ കഥാകൃത്തിൻ്റെ പ്രധാന കൃതികൾ മേൽവിലാസം, കൊച്ചനുജത്തി, പൂവമ്പഴം, ഒരുപിടി മണ്ണ്, തേക്ക് പാട്ട്, കാരൂർ കഥകൾ തുടങ്ങിയവയാണ്. കാരൂരിൻ്റെ കഥകൾ എന്ന സമാഹാരത്തിലെ കഥയാണ് കോഴിയും കിഴവിയും. പാഠസംഗ്രഹം. അയൽക്കാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കത്തിൻ്റെ കഥയാണ് കോഴിയും കിഴവിയും. ഒരു കോഴിയാണ് കഥയിലെ കേന്ദ്രം. കോഴിയുടെ മരണത്തെ ചൊല്ലി അയൽക്കാരായ മാർക്കോസും മത്തായിയും തമ്മിൽ പിണങ്ങുന്നതും മത്തായിയുടെ അമ്മ പിണക്കം തീർത്ത് പ്രശ്നം പരിഹരിക്കുന്നതുമാണ് കഥയിലെ പ്രമേയം. മത്തായിയും മാർക്കോസും അയൽക്കാരാണ്. മാർക്കോസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി മോശമാണ്. എന്നാൽ അയാളുടെ കുടുംബത്തിൻ്റെ സഹായം കൊണ്ട് ഉയർച്ച നേടിയ മത്തായി അതൊക്കെ മറക്കുന്നു. മാർക്കോസിൻ്റെ അവശേഷിച്ച വീടും പറമ്പും എത്രയും വേഗം കൈക്കലാക്കാൻ അയാൾ തക്കം പാർത്ത് കഴിയുന്നു. മാർക്കോസിൻ്റെ മകൻ മത്തായിയുടെ കോഴിക്ക് ഏറുകൊടുത്തു. ഏറുകൊണ്ട് കോഴി ചത്തുപോയി. അതിനെ മാർക്കോസ് മത്തായിക്ക് നൽകി കാര്യം പറഞ്ഞു. മത്തായിയും ഭാര്യയും ചത്തുപോയ കോഴിയെ പാകപ്പെടുത്തി കഴിച്ചു തീർത്തു. അത് രഹസ്യമായിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പോലും കൊടുത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് കോഴിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് മാർക്കോസിനെ അറസ്റ്റ് ചെയ്യിച്ചു. ചത്തുപോയ കോഴിയുടെ ശരീരഭാഗങ്ങൾ തൊണ്ടി മുതലായി കണ്ടെടുത്തു. മാർക്കോസിൻ്റെ ഭാര്യയും മക്കളും ആർത്തലച്ച് പിരാകുകയും നിലവിളിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് മത്തായിയുടെ അമ്മ പുറത്തേക്കിറങ്ങി കാര്യമന്വേഷിച്ചു. അയാൾ സങ്കടത്തോടെ നടന്ന സംഭവങ്ങൾ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വല്യമ്മ പൊട്ടിത്തെറിച്ചു. നന്ദികേട് കാണിച്ച മത്തായിയുടെ വീട്ടിൽ നിന്നും മാർക്കോസിൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കുവാൻ അവരൊരുങ്ങി. ഗുരുതരമായ തെറ്റ് ചെയ്ത മത്തായിയെ വിട്ട് മാർക്കോസിനെ അറസ്റ്റ് ചെയ്തതിൽ അവർ പരിഭവിച്ചു. ഒടുവിൽ വയ്യാവേലിയിൽ നിന്ന് തലയൂരാൻ മത്തായിക്ക് കുറേ പാടുപെടേണ്ടി വന്നു. ഇനി പാഠവിശകലനം. കോഴിയിൽ തുടങ്ങി കിഴവിയിൽ അവസാനിക്കുന്ന ഈ കഥയിലെ പ്രധാന വിഷയം കോഴി തന്നെയാണ്. മത്തായിയുടെ കോഴിയെ മാർക്കോസിൻ്റെ മകൻ എറിഞ്ഞു കൊല്ലുന്നു. കയ്യബദ്ധം സംഭവിച്ചതാണ്. കൊല്ലാനിരുന്ന കോഴിയാണത്. എന്നാൽ വലിയൊരു പ്രശ്നം തന്നെ അത് സൃഷ്ടിക്കുകയാണ്. ചത്ത കോഴിയെ മാർക്കോസിൻ്റെ ഭാര്യ ഏലിച്ചേട്ടത്തി തിരികെ കൊടുക്കുന്നു. ആ സ്വാദുള്ള ശവം എന്നാണ് കഥാകാരൻ പറയുന്നത്. ഇറച്ചിയോടുള്ള രുചി ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണ് നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ് എന്നൊരു പ്രയോഗം ശ്രദ്ധിക്കുക. അതായത് വളർത്തുന്ന കോഴിയെ കൊല്ലുന്നത് സങ്കടമാണ്. ഇറച്ചി കഴിക്കുന്നതിലുള്ള താല്പര്യം വായിൽ ഊറുന്നത് കൊണ്ട് ആ സങ്കടം നിസ്സാരമാണ് എന്നർത്ഥം. സന്ധ്യയ്ക്ക് മത്തായി വീട്ടിലെത്തുമ്പോൾ അത് പ്രശ്നമായി തന്നെ എടുക്കണമെന്ന് വിചാരിക്കുകയും മാർക്കോസിനെ ഒതുക്കാൻ ഇത് തന്നെയാണ് അവസരം എന്ന് ചിന്ത കൊണ്ട് രാത്രി പല പദ്ധതികളും ഒരുക്കുന്നു. അത് മറ്റൊരു പ്രയോഗത്തിലൂടെ ഇവിടെ ഭംഗിയായി ആവിഷ്കരിക്കുകയാണ് കഥാകാരൻ. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു എന്നതാണ് പ്രയോഗം. പഴയ കാലത്തെക്കുറിച്ചാണ് കഥയിൽ പിന്നീട് വിവരിക്കുന്നത്. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ് മാർക്കോസിൻ്റെ അപ്പൻ്റെ വകയായിരുന്നു. അതിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു. അന്ന് മത്തായി പിച്ച നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു പീടിക തുടങ്ങി നിത്യവൃത്തിക്ക് വകയുണ്ടാക്കി മത്തായിയുടെ അമ്മ. ക്രമേണ അത് ചരക്ക് കടയും കാപ്പിക്കടയുമായി വളർന്നു. ഒപ്പം മത്തായിയുടെ അപ്പൻ മരിക്കുകയും ചെയ്തു. മാർക്കോസിൻ്റെ വീട്ടിൽ സാമാന്യ സ്വത്തുണ്ടായിരുന്നു. 7 പെങ്ങന്മാർക്കിടയിലുള്ള ആങ്ങളയായിരുന്നു മാർക്കോസ്. 7 പേരെയും കെട്ടിച്ചയച്ചതോടുകൂടി സമ്പത്തെല്ലാം ക്ഷയിച്ചു. കാറ്റ് മാറി വീശി. മാർക്കോസ് ക്ഷീണിച്ചപ്പോൾ
മത്തായി സഹായിച്ചു തുടങ്ങി. മത്തായിയുടെ വീട് വലുതായി. മാർക്കോസിനോട് നിന്നയും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമെന്ന ചിന്തയുണ്ടായി. അതിനൊരു കാരണമായി ഈ ചത്ത കോഴി. കോഴിയെ ആരും അറിയാതെ കറി വെച്ച് കഴിച്ചിട്ട് ആ കുറ്റം മാർക്കോസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഈ നന്ദികേടിൽ അമ്മയ്ക്ക് പ്രതിഷേധമുണ്ട്. അവർ അത് ഇടയ്ക്കിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2 പേർക്കും കുട്ടികളുണ്ട്. അവർ തമ്മിലും പിണക്കമാണ്. എന്നാൽ ഒരു പേരയ്ക്ക സംഭവത്തോടുകൂടി അവരുടെ പിണക്കം ഇണക്കമായി മാറുന്നു. അത് നല്ലൊരു നാടകീയ മുഹൂർത്തമാണ്. അതുപോലെ മത്തായിയുടെ അമ്മ മകനെ മൂട് മറക്കരുത്. മർക്കോസിൻ്റെ അപ്പൻ നിന്നെ മകനെപ്പോലെയാ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ഉപദേശിച്ചിരുന്നു. മത്തായിക്ക് അത് കേൾക്കുമ്പോൾ ശുണ്ഠി വരും. അമ്മയുടെ വാക്കുകൾ വകവയ്ക്കാതെ മത്തായി കേസ് കൊടുക്കുന്നു. തെളിവിനായി കോഴിയുടെ അവശിഷ്ടങ്ങൾ മത്തായിയുടെ പറമ്പിൽ കൊണ്ടിടുകയും ചെയ്തു. പോലീസ് എത്തി മർക്കോസിനെ കൊണ്ടുപോകുന്നു. അവസാനമായി മത്തായിയുടെ അമ്മയെ കാണണമെന്ന് പോലീസുകാരോട് മാർക്കോസ് പറയുന്നു. അപ്പോഴാണ് ആ വൃദ്ധ ഇതെല്ലാം അറിയുന്നത്. വൃദ്ധയ്ക്ക് ആകെ സങ്കടമായി. ഇന്നലെ ഇവിടെ ഈ കൊച്ചുങ്ങളെ പോലും അറിയിക്കാതെ മാപ്പിളയും പെമ്പിളയും കൂടി കോഴിയെ വേവിച്ച് തിന്നേച്ച് അവൻ്റെ പേരിൽ കേസും. അവനെ അവൻ്റെ പാട്ടിന് വിട്ടേച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി എന്ന് വൃദ്ധ പറഞ്ഞു. സ്വന്തം മകൻ ചെയ്ത തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന നല്ലൊരു കഥാപാത്രമായി അമ്മ ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രയോഗ സവിശേഷതയുള്ള മറ്റു വാക്യങ്ങൾ. ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറായി നിൽക്കുകയാണ്. ഇത് ഒരു കലഹത്തെ സൂചിപ്പിക്കുകയും 2 കുടുംബക്കാരുടെയും കലഹത്തിൻ്റെ കാര്യകാരണങ്ങൾ വിശദമാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായി എന്ന വാക്യവും ശ്രദ്ധേയമാണ്. കഥയിൽ നിന്ന് കിട്ടുന്ന ആശയം വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക. അടുത്തത്, ഈ നന്ദികേടിൽ പ്രതിഷേധമുണ്ട്. സന്ദർഭവും ആശയവും മനസ്സിലാക്കുക. എന്താണ് ഇവിടുത്തെ നന്ദികേട്? ആരാണ് പ്രതിഷേധിക്കുന്നത്? കഥ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ നോട്ട് എഴുതി നല്ലവണ്ണം പഠിക്കുക. താങ്ക് യു.